ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്രദമായി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ അധികം താമസിക്കാതെ തന്നെ അടുത്ത ക്ലാസ്സും ഇന്നിടുകയാണ്. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കേണ്ട അത്യാവശ്യമുള്ള കുറച്ച് പേരുണ്ട്. കാരണം പുറത്ത് ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുവാൻ വേണ്ടി ചെന്ന് ബോംബെയിൽ സെറ്റിൽഡായിട്ടുള്ള എന്ന് പറഞ്ഞ് ബോംബെയിൽ അവിടെ തങ്ങേണ്ടതായിട്ട് വന്നിട്ടുള്ള ഇംഗ്ലീഷ് അത്യാവശ്യം പഠിക്കേണ്ട കുറച്ച് പേരുണ്ട്. അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ. അത് സാധാരണ അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന രീതിയിൽ ഉള്ള കുറച്ച് സെൻറ്റൻസുകൾ, ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, അതങ്ങനെയൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർക്കത് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകും എന്ന രീതിയിൽ എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഈ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആ ക്ലാസ് എന്ന് പറയുന്നത് ചെറിയ കുറച്ച് സെൻറ്റൻസുകൾ, അത് മീനിങ് ഫുള്ളായിട്ടുള്ളതാണ്. അതിനെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ ആവശ്യാനുസരണം മാറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് പഠിച്ചാൽ ഒത്തിരി ഉപകാരപ്രദമായിരിക്കുന്ന സെൻറ്റൻസുകളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. കമോൺ. ഹായ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അതായത് ഈസ് ഷീ ബെറ്റർ നൗ. ഈസ് ഷീ ബെറ്റർ നൗ എന്ന് ചോദിച്ചാൽ അവൾക്കിപ്പോൾ കുറവുണ്ടോ എന്ന്. സാധാരണ നമ്മൾ ആരെക്കുറിച്ചാണ് അവൾക്കിപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നത്? നമുക്ക് ഒരു രോഗിയായി കിടക്കുന്ന ഒരാളെക്കുറിച്ച്, അല്ലെ നല്ല സുഖമില്ലാതിരുന്ന ഒരാളെ കാണുമ്പോൾ, ഒരാളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം ഈസ് ഷീ ബെറ്റർ നൗ, അവൾക്കിപ്പോൾ കുറവുണ്ടോ എന്ന്. അത് നമുക്കറിയാവുന്ന ഒരാളായിരിക്കണം. ആ ആൾക്ക് നല്ല സുഖമില്ല എന്ന ധാരണയുണ്ടായിരുന്നായിരിക്കണം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഈസ് ഷീ ബെറ്റർ നൗ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ സെന്റൻസ് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ വേറൊരു സമയത്ത് ഉപയോഗിക്കാം. അതായത് നേരത്തെ അത്ര നല്ല നിലയിലൊന്നും അല്ലായിരുന്നു. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മറ്റു ഈ രോഗമായിരിക്കണമെന്നില്ല, അല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. നേരത്തെ നല്ല അത്ര പ്രോപ്പറൊന്നും അല്ലായിരുന്നു, അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു ഒരാളെ കുറിച്ച് നമുക്ക് ചോദിക്കാനും ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഈസ് ഷീ ബെറ്റർ നൗ എന്ന് ചോദിച്ചാൽ നേരത്തേക്കാൾ നല്ല നിലയിലാണോ എന്ന്, അതായത് പുരോഗമനം വന്നിട്ടുണ്ടോ എന്നാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഈ രണ്ട് രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അവൾക്കിപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രോഗിയായിരുന്ന ഒരാളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരുന്ന ഒരാളോ അവർക്ക് ഇപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നതിനും, അതായത് നേരത്തെ അത്ര നല്ല നിലയിലല്ലായിരുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്നത്ര ഇതല്ലായിരുന്ന ഒരാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ അതിലും പുരോഗതിയിലേക്ക് വന്നോ, ഇപ്പോഴും അതുപോലെ തന്നെയാണോ, അതോ അതിനേക്കാൾ നല്ല നിലയിലാണോ എന്ന് ചോദിക്കുന്നതിനും നമുക്ക് ഈ ഒരൊറ്റ സെന്റൻസ് മതി. ഈസ് ഷീ ബെറ്റർ നൗ, അവൾക്കിപ്പോൾ കുറവുണ്ടോ അല്ലെങ്കിൽ നേരത്തേക്കാൾ നല്ല നിലയിലാണോ അവളിപ്പോൾ എന്ന് ചോദിക്കുന്നതിന് ഈ ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. അതുപോലെ സേ സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയൂ. ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാളോട് നമുക്ക് പറയാം സേ സംതിങ് എന്ന് പറയാം. ഇത് അതുപോലെ തന്നെ അല്ലേ. അതുപോലെ ലെറ്റ് യു നോ ലേറ്റർ, അന്നേരവും നമ്മൾ പറയാണ് ലെറ്റ് യു നോ ലേറ്റർ, ഇപ്പോൾ പറയാൻ നമുക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങളെ പിന്നീട് അറിയിക്കാം. ലെറ്റ് യു നോ ലേറ്റർ, നിങ്ങളെ പിന്നീട് അറിയിക്കാം. അതുപോലെ സം ടൈം ലേറ്റർ, അതുപോലെ പിന്നീട് അറിയിക്കാം എന്ന് മാത്രമുള്ള രീതിയിലല്ലാതെ സം ടൈം ലേറ്റർ, കുറച്ച് കഴിഞ്ഞ് അറിയിക്കാം എന്നുള്ള അത് എപ്പോഴാണ് പറയുന്നതെന്ന് ചോദിക്കുന്നത്. നിങ്ങളെ പിന്നീട് അറിയിക്കാന്ന് പറയുമ്പോൾ അത് എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പറയാവുന്നതാണ് സം ടൈം ലേറ്റർ, കുറച്ച് കഴിഞ്ഞ്, സം ടൈം ലേറ്റർ. അതുപോലെ നമ്മൾ പറയുകയാണ് ഓൺ മൈ വേ ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് വരുന്ന വഴി എന്ന് പറയുന്നതിനാണ് ഓൺ മൈ വേ ബാക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂൺ ആഫ്റ്റർ റീച്ചിങ് ദേർ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയാൽ ഉടൻ. അത് അവിടെ അതുപോലെ നമ്മൾ വേറൊരു വാക്ക് പഠിച്ചായിരുന്നല്ലോ ഇതിനു മുമ്പ്, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആസൂണാസ് പറഞ്ഞാൽ
എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് റീച്ചിങ് ദേർ നമുക്ക് പറയാം അല്ലേ, ആസ് സൂൺ ആസ്. അതുപോലെ സൂൺ ആഫ്റ്റർ, എത്തിയാൽ ഉടൻ. എത്തിയാൽ ഉടൻ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് പറയാം. ആസ് സൂൺ ആസ് റീച്ചിങ് ദേർ, സൂൺ ആഫ്റ്റർ റീച്ചിങ് ദേർ എന്നാ കാണിക്കാം, ഐ വിൽ ലെറ്റ് യു നോ, ഐ വിൽ ലെറ്റ് യു നോ, നിങ്ങളെ ഞാൻ അറിയിക്കാമെന്ന് പറയാം. നേരെ ലേറ്റർ പറയല്ലോ കേട്ടോ. അവിടെ എത്തിയാലൂടെ. ഹു ഹാസ് ഡൺ ഇറ്റ്, ഇതാരാണ് ചെയ്തത്, നമുക്കറിയേണ്ടത് ഇതാരാണ് ചെയ്തതെന്നാണ്. എന്തോ ഇന്ന് സംഭവിച്ചു, പക്ഷെ ഇതാരാണ് ചെയ്തതെന്ന് നമുക്കറിയില്ലാത്തപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഹു ഹാസ് ഡൺ ഇറ്റ്, ഇത് ആരാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, ലെറ്റ് യു നോ ലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിന്നീട് അറിയിക്കാം എന്നുള്ള ഈ ഒരു സെന്റൻസ് പഠിച്ചാൽ കൂട്ടുകാരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ യു എന്ന വാക്ക് ചേർത്ത് നമുക്ക് നിങ്ങളെ പിന്നീട് അറിയിക്കാം എന്നതിന് പകരം നമുക്ക് പല രീതിയിൽ പറയേണ്ടി വരും. അതായത് അവളെ പിന്നീട് അറിയിക്കാം, അവളെ പിന്നീട് അറിയിക്കാം, അവരെ പിന്നീട് അറിയിക്കാം, അവനെ പിന്നീട് അറിയിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. ഇതിനെല്ലാം നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, ഈ യു മാത്രം മാറ്റി വെച്ച് അവനെയാണെങ്കിൽ ഹിമ്മും, അവളെയാണെങ്കിൽ ഹെർ, അതുപോലെ അവരെയാണെങ്കിൽ ദം, അതുപോലെ ഈ അന്നേരം അതിന് അർത്ഥം മാറി വരും. ലെറ്റ് യു നോ ലേറ്റർ എന്നുള്ളത് ലെറ്റ് ഹെർ നോ ലേറ്റർ ആണെങ്കിൽ അവളെ പിന്നീട് അറിയിക്കാം, ലെറ്റ് ഹിം നോ ലേറ്റർ ആണെങ്കിൽ അവനെ പിന്നീട് അറിയിക്കാം, ലെറ്റ് ദം നോ ലേറ്റർ ആണെങ്കിൽ അവരെ പിന്നീട് അറിയിക്കാം. ഇതാണ് ഈ ഒരു വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന സാഹചര്യത്തിൽ അവസരത്തിനൊത്ത് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കും, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ. പക്ഷെ ഇത് കാണാതെ പഠിച്ച് ലെറ്റ് യു നോ ലേറ്റർ നിങ്ങളെ പിന്നീട് അറിയിക്കാം എന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് പിന്നീട് സംസാരിക്കുമ്പോൾ ലെറ്റ് യു നോ ലേറ്റർ മാത്രമേ, നിങ്ങളെ പിന്നീട് അറിയിക്കാൻ മാത്രമേ പറയാൻ അറിയാമായിരിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഇതിന്റെ അർത്ഥം ഇതെങ്ങനെ ഇത് വന്നു എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിന്റെ നമുക്ക് ഏത് അവസരത്തിലാണോ നമുക്ക് ആരോട് എങ്ങനെയാണോ സംസാരിക്കേണ്ടത് ആ സമയത്ത് ഇത് മാറ്റി നമുക്ക് ആരോട് പറയണമെങ്കിലും ഈ സ്ഥാനത്ത് ചേർക്കേണ്ട വാക്ക് ഉപയോഗിച്ച് നമുക്ക് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കുവാൻ സാധിക്കും. അന്നേരം ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് ടോട്ട് മീ എ ലെസൺ, അതെന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ഇത് നമ്മൾ ഈ പഠിപ്പിച്ച കാര്യം, നമ്മൾ പഠിച്ച കാര്യമെല്ലാം വെച്ച് നമുക്ക് പറയാം അല്ലേ, അതെന്നെ ഒരു പാഠം പഠിപ്പിച്ചു. അത് സാധാരണ നമ്മൾ ഒരു പറയാറുള്ളതാണ്, ഇറ്റ് ടോട്ട് മീ എ ലെസൺ, അതെന്നെ ഒരു പാഠം പഠിപ്പിച്ചു. അത് എന്തായിരിക്കാം, ഒരു കാര്യം ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ എന്തെങ്കിലും നമുക്കൊരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഇറ്റ് ടോട്ട് മീ എ ലെസൺ, അതെന്നെ ഒരു പാഠം പഠിപ്പിച്ചു. അതായത് ഇതിന് ശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒന്നേ അങ്ങനെ ചെയ്യരുതെന്ന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഇറ്റ് ടോട്ട് മീ എ ലെസൺ. അതുപോലെ ഇവിടെ ഈ മീ ചേർത്ത് മാറ്റി നമുക്ക് ഇത് പറയാം, ഇറ്റ് ടോട്ട് മീ എ ലെസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ടോട്ട് ഹെർ എ ലെസൺ, അത് അവളെ ഒരു പാഠം പഠിപ്പിച്ചു. ഇറ്റ് ടോട്ട് ഹിം എ ലെസൺ, അത് അവനെ ഒരു പാഠം പഠിപ്പിച്ചു. ഈ എന്നെ എന്നുള്ളത് മാത്രമല്ല മാറ്റി നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത് ഈ വാക്കുകളുടെ ഈ സെന്റൻസിന്റെ ഫുൾ മീനിങ് മനസ്സിലായി, ഇതിൽ ഏത് വാക്കിന്റെ അർത്ഥം എങ്ങനെ വന്നപ്പോഴാണ് ഈ സെന്റൻസ് കിട്ടിയത് എന്ന് മനസ്സിലാകുകയാണെങ്കിൽ, മനസ്സിലാക്കി ഈ ഒരു സെന്റൻസ് നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ആരോട് സംസാരിക്കണമെങ്കിലും ഇതിന്റെ നമുക്ക് ആരോടാണോ നമ്മൾ സംസാരിക്കേണ്ടത്, ആരെക്കുറിച്ചാണോ സംസാരിക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇത് മാറ്റിയിട്ടിട്ട് നമുക്ക് ഈ വാക്കുകൾ പറയുവാൻ സാധിക്കും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെന്റൻസുകൾ മാത്രമല്ല വളരെയധികം സെന്റൻസുകൾ പലരോടും പല വിധത്തിൽ സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ പറയുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സ്വയം പഠിച്ച് ഇത് സംസാരിച്ച് ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നോക്കൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുവാൻ സാധിക്കും എന്ന്, ഇത്രയും വാക്കുകൾ ഞാൻ പറഞ്ഞതുപോലെ പഠിച്ച് ഇതൊന്ന് സംസാരിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി. ഒന്ന് ശ്രമിച്ച് നമുക്ക് ഈ നമ്മുടെ വാക്കുകളെ, നമ്മുടെ സംസാര ഭാഷയെ നമുക്ക്
പുരോഗമിപ്പിച്ചു കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് നമുക്കും സംസാരിക്കുവാൻ സാധിക്കും എന്നത് നമുക്ക് ഈസിയായി നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് സ്വയം അനുഭവിച്ച് അതിൻ്റെ സംതൃപ്തി നേടാം. അതിനുവേണ്ടി നമുക്ക് ഈ ക്ലാസ് ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ഇവിടെ ബൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു വാക്കുകൂടി ഒരിക്കൽ കൂടി എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ പറയുകയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിലർ ഓർക്കാം. പക്ഷേ അവരോടല്ല. സോറി മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ചാനൽ ഫോളോ ചെയ്യുന്നതിൽ പകുതിയിലേറെ പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരായതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇത് പറയുന്നത്. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ട്രൈ ടു ഗോ ടുഗദർ ടു ഹാവ് എ good aim in front of us. Okay, bye, goodbye till we meet again in the next class.